ഈ ട്രംപ് വീണ്ടും തീരുവ ചുമത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്. അതും അരിയുടെ കാര്യത്തിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഇനിയും നമ്മളെ വെട്ടിലാക്കാൻ നോക്കുന്നത്. കഞ്ഞിയിൽ പാറ്റയിടുക, ചിലരൊക്കെ പറയും മണ്ണ് വാരിയിടുക എന്നൊക്കെയുള്ളൊരു കാര്യമുണ്ട്. അതൊരു പഴഞ്ചൊല്ലാണെങ്കിൽ പോലും അതിൽ സ്വല്പം വാസ്തവമുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ, കാർഷിക കയറ്റുമതിയുടെ ഒരു നല്ല പങ്ക് അരി കയറ്റുമതിയാണ്. ലോകത്തെ ഏറ്റവും അധികം അരി, നെല്ല് ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്നതും, മൂല്യവർദ്ധന വരുത്തിയ അരി കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യയാണ്. അതിൽ തന്നെ ബസ്മതി അരി, ഇന്ത്യയുടെ പ്രത്യേക ബ്രാൻഡ് തന്നെയാണല്ലോ ബസ്മതി. ബസ്മതിയുടെയൊക്കെ ഒരു പേറ്റൻസി ഇപ്പോൾ ഇന്ത്യക്ക് നൽകാതെ ഒരു അമേരിക്കൻ കമ്പനി നേടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ചർച്ചാ വിഷയമായതുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ലൂസിയാന സംസ്ഥാനത്ത്, അമേരിക്കയുടെ തെക്കൻ മേഖലയിലാണ് ലൂസിയാന, അവിടെയുള്ള ഒരു അരി ഉത്പാദക ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റിനോട് വളരെ ലൈറ്റ് വെയിനിൽ പറഞ്ഞു, ഞങ്ങൾക്ക് കഷ്ടകാലമാണ്, ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്, അരി ഉൽപ്പന്നത്തിന് വിപണി ലഭിക്കുന്നില്ല, വില ലഭിക്കുന്നില്ല, കഷ്ടമാണ്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ ഇവിടെ അരി കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്, തള്ളുകയാണ്. അതിനൊരു പരിഹാരം, ട്രംപ് വളരെ ക്ഷിപ്രകോപിയായ ആളാണ്. എന്തെങ്കിലും കേട്ടാൽ ഉടനെ കൽപ്പിച്ചു കളയും. അദ്ദേഹത്തിൻ്റെ അവനാടിയിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധത്തിൻ്റെ പേരാണ് തീരുവ. തീരുവ ഇങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്, ടാരിഫ്. എന്നാൽ ശരി, ആരവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു 25% അധിക നികുതി ചുമത്താൻ താൻ മടിക്കില്ല. ഇന്ത്യയിൽ നിന്നും ഓൾറെഡി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറഞ്ഞിരിക്കുകയാണ്. 50%, 25% തീരുവയും 25% റഷ്യയുമായി എണ്ണക്കച്ചവടം നടത്തുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് 25% പിഴ തീരുവയും ചേർന്നുകൊണ്ട് 50%. അതിന് പുറമെ വെള്ളിടി പോലെ വീണ്ടും തീരുവ, അരിക്ക് മാത്രമായി ഒരു തീരുവ എന്ന രീതിയിൽ ട്രംപ് പോകുന്നു. അത് കർഷകരെ, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ട്രംപിന് അനുകൂലമായിട്ടൊന്നുമല്ല വൻതോതിലുള്ള കർഷക വോട്ടുകളൊക്കെ വന്നത്. അതുകൊണ്ട് ട്രംപ് തൻ്റെ സാമ്രാജ്യം അല്ലെങ്കിൽ തൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഭാഗമായി കർഷകർക്ക് ഒരു $1200 കോടി ഒരു സഹായ പാക്കേജ് നൽകി. അതുകൊണ്ട് പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത്. താൻ തീരുവ കൊണ്ട് നേരിടും ഇവിടുത്തെ വിഷയങ്ങൾ. തീരുവ കൊണ്ട് താൻ നേടിയെടുക്കുന്ന അധിക മൂല്യം, അധിക ഡോളേഴ്സ് കർഷക ക്ഷേമത്തിന് വേണ്ടി ഉന്നയിക്കും. അമേരിക്കയിലെ കർഷകരുടെ കയ്യടിയില്ലേ വേണ്ടത്? ഇന്ത്യക്കാരുടെ കണ്ണീരിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് വിലയാണ് കൊടുക്കുക? അപ്പോൾ ഇന്ത്യ മറ്റ് വിപണികൾ തേടേണ്ടി വരും. നിലവിൽ തായ്ലൻഡിൽ നിന്നും, കംബോഡിയയിൽ നിന്നും, ലാവോസിൽ നിന്നും, ബർമയിൽ നിന്നും ഒക്കെയാണ്, അതായത് ഇൻഡോ ചൈന മേഖല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേഖല, ഇന്തോനേഷ്യ ഒക്കെ, ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അരി വരേണ്ടത്. അവിടെ നിന്നൊക്കെയുള്ള അരിക്ക് ഇതേ വിലക്ക് ഒരുപക്ഷെ ബാധകമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് ഏത് തരത്തിൽ ഇന്ത്യ പ്രതിരോധിക്കും? കാരണം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതാണല്ലോ. ഇന്ത്യ ഒരു സമഗ്ര വാണിജ്യ കരാർ അമേരിക്കയുമായി, കോംപ്രിഹെൻസീവ് ട്രേഡ് ഡീൽ, വ്യാപാര കരാർ, അതിനുള്ള പണിപ്പുരയിലാണ്. കാനഡയുമായി, അമേരിക്കയുമായി എല്ലാം സമഗ്രമായ വാണിജ്യ കരാർ. അപ്പം അതിൻ്റെ ഭാഗമായി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അത് ചെയ്യാൻ തയ്യാറല്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, മുൻകാലങ്ങളിലെ ഗവൺമെൻറ്റുകളെ പോലെ അമേരിക്കയുടെ അങ്ങനെ ഒരു താല്പര്യത്തിന് വഴങ്ങുന്നില്ല. അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു, പല കാര്യത്തിലും ചേർന്ന് നിൽക്കുന്നു. അമേരിക്ക അനുകൂല അഭിപ്രായം പറഞ്ഞിരുന്നൊരു സമയമുണ്ട്. പക്ഷേ സ്വന്തം താല്പര്യം, ദേശീയ താല്പര്യം വരുമ്പോൾ മോദി സർക്കാരിന് മറ്റൊരു നയമാണുള്ളത്. അതുകൊണ്ട് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ അനുകൂലമല്ല. അതുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക വിപണി, ചോളം, ഗോതമ്പ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കാർഷിക വിപണി തുറന്നു കൊടുക്കണം അമേരിക്കയ്ക്ക് വേണ്ടി. സാധ്യമല്ല എന്ന നിലപാട്, ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തത്. എന്നാൽ ടിറ്റ് ഫോർ ടാറ്റ്, പകരത്തിന് പകരമെന്ന നിലയിൽ അമേരിക്കൻ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ അമേരിക്കയും ബാധ്യസ്ഥരാണ്. ആ ന്യായമാണിപ്പോൾ പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക്, ഹാർലി ഡേവിഡ്സൺ ബൈക്കൊക്കെ പോയിക്കോട്ടെ, അത് ഏതാനും എണ്ണം മാത്രം, പക്ഷേ കാർഷിക വിപണി, ഇന്ത്യ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ വോട്ട് ബാങ്കിൻ്റെ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ സിംഹഭാഗവും 50%-ലധികം കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അവരുടെ വോട്ട് നിർണായകമാണ്. അതുകൊണ്ടാണ് കർഷക പ്രക്ഷോഭം നടന്നപ്പോൾ അവസാന ഘട്ടത്തിൽ ഗവൺമെൻറ്റിന് വഴങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വഴങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് കൃഷിക്കാരുടെ കാര്യം വരുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്
ഒരു നിലപാടെടുക്കേണ്ടി വരും. ആ നിലപാട് അമേരിക്ക അനുകൂലമാകാൻ, അമേരിക്കയെ പ്രീണിപ്പിക്കുന്ന നിലപാടാകാനൊക്കില്ല. മറ്റു കാര്യങ്ങളിൽ റഷ്യയിൽ നിന്നൊരു എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ വേണമെങ്കിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അത് വലിയൊരു വിഷയമല്ല. പക്ഷേ കാർഷിക ഇറക്കുമതി അങ്ങനെയല്ല. അതുകൊണ്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഏതാനും കാർഷിക ഉൽപ്പന്നങ്ങൾക്കെങ്കിലും, ഡയറി പ്രോഡക്ട്സിനെങ്കിലും, മീറ്റ് പ്രോഡക്റ്റ്, ഡയറി പ്രോഡക്ട്സ്, അതിനെങ്കിലും, പാലുൽപ്പന്നങ്ങൾക്കെങ്കിലും കാര്യമായ നികുതി ഇളവ് അല്ലെങ്കിൽ ഇറക്കുമതി അനുവാദം ഇന്ത്യയിൽ നിന്ന് നേടിയെടുക്കുക എന്നതിൻ്റെ ഒരു ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ഇപ്പോൾ ട്രംപ് അരിയുടെ കാര്യം എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് ബസ്മതി അരിയുടെ കാര്യം എടുത്തു പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതൊരു ബാർഗൈനിങ് ആണോ? ഇത് തീർച്ചയായിട്ടും ബാർഗൈനിങ് ആണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എവറി സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവ്സ് എ ബാർഗൈനിങ്. ട്രംപിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ മഹദ്വചനങ്ങളുടെ പിന്നിലും ഒന്നുകിൽ ഒരു ഭീഷണിയുടെ സ്വരം, അത് താക്കീതാണ്, ഭീഷണിയാണ്, ബാർഗെയിനിങ്ങിനുള്ള അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ വൺ അപ്മാൻഷിപ്പ് പോളിസി അതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കച്ചവടമാണ് എല്ലാം തന്നെ. ട്രംപിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റാണ്. എല്ലാം കച്ചവടപരമായ കണ്ണിൽ കൂടി അമേരിക്കൻ പൗരന്മാരുടെ ഒരു താല്പര്യം, തൻ്റെ തന്നെ സ്വകാര്യ താല്പര്യം, അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഡീലുകളാണ്. ട്രംപ് തന്നെയാണ് ചിന്തിക്കുന്നത്, എ ഗുഡ് ലീഡർ ഷാൽ ബി എ ഗുഡ് ഡീലർ ഓൾസോ. Only a person who can deal business well can become a good political leader. അവിടെ ബാർഗെയിനിങ് തന്നെയാണ് നടക്കുന്നത്. പച്ചയ്ക്കുള്ള കച്ചവട ബാർഗെയിനിങ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന പൊളിറ്റിക്കൽ അതോറിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം വരുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ പുടിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവും ഒക്കെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളല്ലേ? പുടിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ഓൾറെഡി അമേരിക്ക ഡിസ്കൗണ്ട് ചെയ്തതാണ്. പുടിൻ ഇന്ത്യയിലേക്കുള്ള വരവ് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല, കഴിയുകയുമില്ല. പുടിൻ ഇന്ത്യയിൽ വന്നു പറഞ്ഞത് ഏതെങ്കിലും റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപരോധം, ഏതെങ്കിലും ഒരു തടസ്സം, എണ്ണ ഗതാഗതത്തിന്, റഷ്യൻ ടാങ്കറുകൾക്ക് ഇന്ത്യയിലെത്താൻ എന്തെങ്കിലും നടപടികളിൽ തടസ്സം നേരിട്ടാൽ അമേരിക്ക സഖ്യകക്ഷികളുമാകാം, തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് പോയത് പുടിൻ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി നമുക്ക് എണ്ണ കച്ചവടം നടത്താം, നിങ്ങൾ രൂപ തന്നാൽ മതി, ഞങ്ങൾ റൂബിൾ ടേംസിൽ കച്ചവടം നടത്താം, ഡോളറിനൊക്കെ പാട്ടിന് പോകാൻ പറ എന്നാണ് പറഞ്ഞിട്ടാണ് പുടിൻ പോയത്. ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ മോദി ഒന്നും കമാൻഡർ വേണ്ടിയില്ല. പക്ഷെ പുടിൻ അത് പറഞ്ഞു, ഇന്ത്യയുടെ മണ്ണിൽ നിന്നാണ് പറഞ്ഞത്. അമേരിക്ക നടത്തുന്നത് ഇരട്ടത്താപ്പാണ് എന്നും പറഞ്ഞു. എന്താണ്? അമേരിക്കയ്ക്ക് ഞങ്ങൾ ഊർജ ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ട്, യുറേനിയം ഉൾപ്പെടെ, ആണവ ആയുധ വികസനത്തിന് വേണ്ടിയുള്ള, ആണവ ഊർജ്ജത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ റഷ്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്നും കാര്യങ്ങൾ വാങ്ങാമെങ്കിൽ, ഊർജ്ജോപാധികൾ വാങ്ങാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂടാ? ഇത് ഇരട്ടത്താപ്പല്ലേ? ഇതൊക്കെ പാരസ്യമായിട്ട് പച്ചയായിട്ട് പുടിൻ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് അതൊക്കെ മിണ്ടാതെ കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് സ്വാഭാവികമായി അതിലുള്ള ചുരുക്കം ഇതിനകത്ത് ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബാർഗെയിനിങ്ങിന് വഴങ്ങി കൊടുക്കുമോ ഇന്ത്യ? ബുദ്ധിപരമായ സമീപനം, നമ്മളെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ദേശീയത വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, രാജ്യസ്നേഹം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ദേശീയ താല്പര്യം അത് ബലികരിക്കാൻ നമുക്കാവില്ല. പക്ഷേ ദേശീയ താല്പര്യം ആത്യന്തികമായി റഷ്യ വിപണി എന്ന് പറയുന്നത്, ഇന്ത്യ റഷ്യ വിപണി എന്ന് പറയുന്നത് ഈ $100 ബില്യൺ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ നിലവിലുള്ള 69 ബില്യൺ വാർഷിക കച്ചവടം, അതിൽ തന്നെ ഇന്ത്യയുടെ കയറ്റുമതി കേവലം 5 ബില്യൺ ഡോളർ മാത്രമാണ്. $64 ബില്യൺ ഇറക്കുമതിയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയാണ്. അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഹെവിലി ലൗഡഡ് ഇൻ ഫേവർ ഓഫ് റഷ്യ. അപ്പോൾ ഇന്ത്യ നഷ്ടക്കച്ചവടമാണ്. റഷ്യയുമായി കച്ചവടം നടത്തുമ്പോൾ ലാഭത്തിന് കച്ചവടം നടത്താം, വാങ്ങിയെടുക്കാമെങ്കിലും ഇന്ത്യക്ക് വിദേശ നാണ്യ ശേഖരം ഒട്ടും ലഭിക്കില്ല റഷ്യയിൽ നിന്ന് കച്ചവടം നടത്തില്ല. അമേരിക്കയുമായിട്ടാണെങ്കിലോ നമുക്ക് $45 ബില്യൺ വ്യാപാര മിച്ചം ഉണ്ട്. അമേരിക്കയുടെ വിപണി റഷ്യൻ വിപണിയേക്കാൾ 10 ഇരട്ടി വലുതാണെന്നും കൂടെ ഓർക്കണം. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് അമേരിക്ക എന്ന മുൻമുട്ടെടുത്ത താറാവ് അല്ലെങ്കിൽ വിപണിയെ പൂർണ്ണമായി ആത്യന്തികമായി പെർമനൻ്റായി ഒഴിവാക്കാൻ ഇന്ത്യക്ക് ആവില്ല. അതാണ് വിസ്ഡം. അത് യാഥാർത്ഥ്യമായിരിക്കെ ഇപ്പോൾ അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ അനുസരിക്കാൻ, കണ്ണും പൂട്ടി അനുസരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉപയോഗിക്കുന്നു. ഇന്ത്യക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് അമേരിക്കയോട് വളരെ സഭ്യമായ ഭാഷയിൽ വളരെ പൊളൈറ്റായി പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്, വി ഹാവ് അതർ ഓപ്ഷൻസ്. ഡോളർ അധിഷ്ഠിതമല്ലാത്തൊരു വ്യാപാരക്രമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് ജാഗ്രത എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക മുപ്പിച്ചു വരുമ്പോൾ, അമേരിക്ക നിർബന്ധം ചെലുത്തുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വ്യാപാര കരാർ, അങ്ങനെ അമേരിക്ക പറയുന്ന വരികളിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് വ്യാപാര കരാർ ആകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന രീതിയിൽ സമഗ്രമായ വ്യാപാര കരാർ
സമയമെടുത്തുകൊണ്ട് അതുവരെ ഇരട്ട തീരുവ തുടരും, 50% തീരുവ തുടരും. സഹിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ്. എങ്കിൽ പോലും ഇന്ത്യൻ ഇക്കോണമി ഈസ് ഗ്രോയിങ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ പാനിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കയറ്റുമതി മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള വിപണിയല്ല, ഇക്കോണമി അല്ല ഇന്ത്യയുടെ എന്നും കൂടി ഓർക്കണം. കയറ്റുമതി ഇറക്കുമതി മാത്രമല്ല, ഇന്ത്യക്ക് ഒരു ഇൻഹീറൻറ്റ് മാർക്കറ്റ് ഉണ്ട്, ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഏറ്റവും വലിയ 142 കോടി ജനങ്ങളുള്ളത് ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റില്ലേ? അമേരിക്കയുടെ ജനസംഖ്യ എത്ര? 32 കോടി ജനങ്ങൾ മാത്രം. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതുപോലെ മധ്യവർഗം ഇന്ത്യയുടേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ആനയുടെ ബലം അറിയില്ല എന്നതാണ് ചൊല്ല്. പക്ഷേ ആനയുടെ ബലം അറിഞ്ഞു തുടങ്ങുമ്പോൾ ആന വലിയൊരു ജീവിയാണെന്ന് മനുഷ്യൻ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ഇത് ഇന്ത്യ മനസ്സിലാക്കുന്നു. പക്ഷേ ആനയ്ക്ക് ദ്രുതഗതിയിൽ ചലിക്കാനാവില്ല എന്ന ബോധം ആനയ്ക്കും ഉണ്ടാവണം, ആനയെ കാണുന്നവർക്കും ഉണ്ടാവണം. ആനയ്ക്ക് കുതിരയാകാൻ ഒക്കില്ല, പക്ഷെ ആന തന്നെയാണ്, മജസ്റ്റിക്കാണ്. ഈ ഒരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ നയങ്ങൾ രൂപീകരിക്കുന്നതും അമേരിക്കയുമായി ഇടപെടുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.